Hello guys, welcome back to our channel. This is me with my love episode. എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇവിടെ ട്രങ്ക്സ് ആണെങ്കിൽ ഒരു വിധത്തിൽ അവന്റെ വീട്ടിലേക്ക് എത്തും. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. ബൊൽമയാണെങ്കിൽ വേഗം ടാർ എടുത്തതിന് ശേഷം തിരികെ വരാനായിട്ട് പറയും. ട്രങ്ക്സ് ആണെങ്കിൽ ഇപ്പോൾ അവന്റെ ഗ്രാൻഡ് പേയുടെയും ഗ്രാൻഡ് മേയുടെ അടുത്തേക്ക് വരും. ഗ്രാൻഡ് മേ ആണെങ്കിൽ അവനെ കണ്ട സന്തോഷത്തിൽ നിനക്ക് എന്താ കുടിക്കാൻ വേണ്ടേ, ചായ വേണോ, കോഫി വേണോ, ജ്യൂസ് വേണോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അവൻ പറയും, അയ്യോ ഇല്ല എനിക്കിപ്പോ അതൊന്നും കുടിക്കാനുള്ള സമയമില്ല, എത്രയും വേഗം എനിക്ക് അമ്മയുടെ ആ ഡ്രാഗൺ റഡാർ അത് കണ്ടെത്തണം, അതിനുവേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഗ്രാൻഡ് പേക്ക് അറിയോ അത് എവിടെയാ ഉള്ളതെന്ന്. അതിന് ഗ്രാൻഡ് പേ ആണെങ്കിൽ ഉലങ്കക്ഷമായിട്ട് ചിന്തിക്കും, ആ ഡ്രാഗൺ റഡാർ അത് ശരിക്കും എവിടെയാ, ഞാനത് എവിടെയാ വെച്ചത് എന്ന് ആലോചിച്ചുകൊണ്ടേയിരിക്കും. കമോൺ വേഗം ആലോചിക്കുക, എനിക്ക് ഒട്ടും സമയമില്ല, എത്രയും വേഗം അതുമായിട്ട് പോകണം. ഇതാ ഗോക്കു ആണെങ്കിൽ അവന്റെ എക്സ്ട്രീം പവർ ഉപയോഗിച്ച് ആ മാജിക് ബൂവിനെ പുറഞ്ചം ഞെട്ടിക്കുകയാണ്. ബാബുടിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. മാജിക് ബൂ നിനക്ക് എന്ത് സംഭവിച്ചു, അവനെ തിരികെ അടിക്ക്, അവനെ ഇല്ലാതാക്ക്. ഇവിടെ ഗോട്ടനും നമ്മുടെ ആൾക്കാർക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷം. വാവ്, ഗോക്കു അദ്ദേഹം ശരിക്കും അടിച്ചു പൊളിക്കുന്നുണ്ടെന്ന് പറയും. അതിന് പിക്കലോ പറയും, ശരിയാണ്, ഗോക്കുവിനിപ്പോ ഒരുപാട് പവർ ഉണ്ട്, പക്ഷേ ആ വലിയ ജന്തുവെ തോൽപ്പിക്കാനുള്ള പവർ അതവനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ശരിക്കും ഒരു അപകടത്തിലേക്കുള്ള പോക്കാണ്. ബുൽമയാണെങ്കിൽ ഇപ്പൊ പിക്കലോട് ചോദിക്കും, അവൻ അത്രയും പവർഫുൾ ആണോ? അതിന് പിക്കലോ പറയും, അതെ. ഇവിടെ ഗോക്കു ആണെങ്കിൽ മാജിക് ബൂവിനെ പിടിച്ച് വലിച്ച് അങ്ങനെ കറക്കി ദൂരേക്ക് വലിച്ചെറിയാണ്. അവന്റെ കഥ കഴിഞ്ഞു എന്ന് കരുതി ഗോക്കു ആണെങ്കിൽ സമാധാനിക്കും. പക്ഷെ അവനാണെങ്കിൽ ഒരു പോറൽ പോലും ഏൽക്കാതെ തിരികെ വരികയാണ്. ഒരു സ്ക്രാച്ച് പോലും എന്റെ ഇത്രയും വലിയ അറ്റാക്കിൽ സംഭവിച്ചിട്ടില്ല, ഞാൻ കരുതിയതിലും ഒരുപാട് പവർഫുൾ ആണ് അവൻ എന്ന് പറയും. ബാബുടി ആണെങ്കിൽ ഇപ്പോ മാജിക് ബൂവിനോട് ഗോക്കുവിനെ അറ്റാക്ക് ചെയ്യാൻ പറയും. മാജിക് ബൂ ഗോക്കുവിന്റെ അടുത്തേക്ക് വന്ന് വീണ്ടും പൊരിഞ്ഞ പോരാട്ടം. കിങ്കായ് ആണെങ്കിൽ വിളിച്ചു പറയും, ഗോക്കു നീ നിന്റെ പവർ ഇത്രത്തോളം ഉപയോഗിക്കാൻ പാടില്ല, നിനക്ക് ഭൂമിയിൽ നിൽക്കാനുള്ള സമയം വളരെ കുറച്ച് മാത്രമാണ്. അതുപോലെ പവർ ലെവൽ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ഒരുപാട് നേരം ഭൂമിയിൽ നിൽക്കാൻ കഴിയില്ല. മാത്രമല്ല നീയാണ് ആ കുട്ടികൾക്ക് ഫ്യൂഷൻ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്, അത് മറക്കരുത്. ഇവിടെ മാജിക് ബൂവിനോട് ബാബുടി ആണെങ്കിൽ ദേഷ്യപ്പെട്ടു പറയും, അവനെ വെറുതെ വിടാനായിട്ട് പാടില്ല, അവനെ തല്ലിക്കൊന്നുകള. ഗോക്കു ആണെങ്കിൽ ഇപ്പൊ ഇതിനെ ആലോചിക്കുകയാണ്, ട്രങ്ക്സ് ഇതുവരെ നീ അത് കണ്ടെത്തിയില്ലേ, എത്രയും വേഗം അത് കണ്ടെത്തി തിരികെ പോ, എനിക്ക് ഒരുപാട് നേരം പിടിച്ചു നിൽക്കാനായിട്ട് കഴിയില്ല. അത് കേട്ട ബാബുടി അവനാണെങ്കിൽ ഗോക്കുവിനോട് ചോദിക്കും, നീ ഇപ്പോ ട്രങ്ക്സിനെ കുറിച്ചല്ലേ സംസാരിച്ചേ, അപ്പൊ നിനക്കറിയാം അവൻ എവിടെയുണ്ടെന്നല്ലേ? ഓക്കെ മാജിക് ബൂ ഇവനെ ഇടിച്ച് ചമ്മന്തിയാക്കി ആ ട്രങ്ക്സ് അവൻ എവിടെയാണുള്ളതെന്ന് ഇവനിലൂടെ മനസ്സിലാക്കിയെടുക്ക്. കട്ട് ചെയ്ത ഇവിടെ ട്രങ്ക്സും അവന്റെ ഗ്രാൻഡ് പേയും ഗ്രാൻഡ് മേയും ആ ലാബ് മുഴുവൻ ഇളക്കി മറിച്ച് പരിശോധിക്കുകയാണ്. ഇതുവരെ ആ ഡ്രാഗൺ റഡാർ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അമ്മയാണെങ്കിൽ ട്രങ്ക്സിനോട് പറയും, ഇത്രയും നേരമായിട്ടും നിങ്ങൾക്കത് കണ്ടെത്താൻ കഴിഞ്ഞില്ല, ഇനി ഒരു കാര്യം ചെയ്യും, അല്പം സ്നാക്സോ ടീയോ ഒക്കെ കുടിച്ചതിന് ശേഷം നമുക്കത് പരിശോധിക്കാം. ട്രങ്ക്സ് ദേഷ്യപ്പെട്ട് പറയും, ഓ നോ, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അതിനൊന്നും സമയമില്ലാന്ന്, എത്രയും വേഗം ആ വില്ലൻ വരുന്നതിന് മുൻപ് അതുമായിട്ട് എനിക്ക് ഇവിടുന്ന് പോകണമെന്ന് പറയും. അത് കേട്ട് അവർക്കും കാര്യത്തിന് സീരിയസ്നെസ് മനസ്സിലാവും. ഇതാ ഗോക്കു ആണെങ്കിൽ വീണ്ടും ആ മാജിക് ബൂവിനെ അങ്ങനെ പുറഞ്ചം തല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു പരിധി കഴിയുമ്പോൾ ഗോക്കുവിനെ ആ മാജിക് ബൂ ആണെങ്കിൽ അതിന്റെ വയറ് വെച്ച് അങ്ങനെ ലോക്ക് ചെയ്യും. അവിടേക്കാണെങ്കിൽ അത് കാണുമ്പോൾ ഭയങ്കര കോൺഫിഡൻസ്. മാജിക് ബൂ അങ്ങനെ തന്നെ, അവനെ ഒരു കാരണവശാലും നിന്റെ പിടിയിൽ നിന്ന് വിടാൻ പാടില്ല, നിന്റെ വയർ ഉപയോഗിച്ച് അവനെ ശ്വാസം മുട്ടിച്ച് കൊല്ല്. ഒട്ടപ്പനും അതുപോലെ തന്നെ ഗോട്ടനും അതുകൊണ്ട് ഒരുപാട് ഭയം തോന്നും. ഓ നോ, അവൻ ആ മാജിക് ബൂവിന്റെ വയറിൽ പെട്ടുപോയി. അതിന് പിക്കലോ പറയും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതുകൊണ്ടൊന്നും അവർക്ക് അവനെ തോൽപ്പിക്കാൻ കഴിയില്ല. അടുത്ത നിമിഷം ഗോക്കു ആണെങ്കിൽ അവന്റെ പവർ ഫുൾ ഫോഴ്സിൽ പുറത്തേക്ക് വിട്ട് അവന്റെ വയറിങ്ങനെ പൊട്ടിത്തെറിപ്പിക്കുകയാണ്. അതുകൊണ്ട് ബാബുടി ഭയപ്പെട്ട് ദൂരേക്ക് മാറും. പിക്കലോയ്ക്കാണെങ്കിൽ ഗോക്കുവിന്റെ അത്ഭുതകരമായിട്ടുള്ള ട്രാൻസ്ഫർമേഷൻ അത് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. ഇവനെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. സൂപ്പർ സയന്റെ തേർഡ് ഫേസിനെ കുറിച്ച് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നതും കാണുന്നതും. ഇവിടെ ഗോക്കു ആണെങ്കിൽ ഇപ്പൊ തകർന്നു പോയ ആ മാജിക് ബൂവിന്റെ അടുത്തേക്ക് വരികയാണ്. മാജിക് ബൂ ആണെങ്കിൽ വീണ്ടും ബോഡി അത് പഴയതുപോലെ ആക്കി മാറ്റി ഗോക്കുവായിട്ട് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. ഗോക്കു ആണെങ്കിൽ ഇപ്പൊ ട്രങ്ക്സിനെ കുറിച്ച് ആലോചിക്കും. ട്രങ്ക്സിന്റെ യാതൊരു വിധത്തിലുള്ള റെസ്പോൺസും കിട്ടുന്നില്ല. അപ്പൊ അവിടുന്ന് അങ്ങനെ ചെയ്യും ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ ട്രങ്ക്സിനെ കാണിക്കും. അവനാണെങ്കിൽ കൺട്രോൾ പോവും. ഓ നോ, ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് അന്വേഷിച്ചിട്ടും അത് കാണാൻ കഴിയുന്നില്ല, അതെവിടെ പോയി? ട്രങ്ക്സിന്റെ ഗ്രാൻഡ് പേ ആണെങ്കിൽ അവനെ സമാധാനിപ്പിക്കും. നീ വിഷമിക്കേണ്ട ആവശ്യമില്ല, അത് ഇവിടെ എവിടെയെങ്കിലും കാണും, നീ സമാധാനമായിട്ട് അത് ചെക്ക് ചെയ്യും. ഇവിടെ മാജിക് ബൂ ആണെങ്കിൽ ഓരോ തവണ ഗോക്കുവിനെ അറ്റാക്ക് ചെയ്യുമ്പോഴും അവനാണെങ്കിൽ അവന്റെ ഇൻവിസിബിൾ പവർ ഉപയോഗിച്ച് അങ്ങനെ മിസ്സായിക്കൊണ്ടേയിരിക്കും. ബാബുടിക്കാണെങ്കിൽ അത് ഒട്ടും ഇഷ്ടപ്പെടില്ല. നീ എന്തായി ചെയ്യണേ? കുട്ടികളെ പോലെ കളിക്കാതെ അവൻ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ ശ്രമിക്കാൻ പറയും. ഗോക്കു ആണെങ്കിൽ അവന്റെ മുഖത്ത് ആഞ്ഞ് പഞ്ച് ചെയ്യും. ചളങ്ങിയ മുഖം അവൻ ബാക്ക് ടു നോർമലാക്കി ഇപ്പൊ ഗോക്കുവിനെ പഞ്ച് തെറിപ്പിക്കും. അത് കാണുമ്പോൾ ബാബുടിക്ക് വീണ്ടും സന്തോഷം. ടോട്ടനാണെങ്കിൽ ഗോക്കുവിനോട് പറയും, എനിക്ക് അച്ഛന്റെ പവറിൽ വിശ്വാസമുണ്ട്, പിടിച്ചു നിൽക്ക്. അതുപോലെ തന്നെ പിക്കലോയും ഗോക്കുവിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. ഇവിടെ ഗോക്കു ആണെങ്കിൽ മാജിക് ബൂവിനെ തന്നെ നോക്കും. ഇവൻ അത്യാവശ്യം നല്ല പവറുണ്ട്, ഞാൻ ഒരു കാരണവശാലും ഇവനെ കുറച്ച് കാണാൻ പാടില്ല. ആണെങ്കിൽ ആ ലാബ് മുഴുവൻ അരിച്ചു പെറുക്കിയിട്ടും അവനാണെങ്കിൽ അത്തരത്തില് ഒന്നും തന്നെ അവിടുന്ന് കണ്ടെത്താനായിട്ട് കഴിയില്ല. ഓ നോ, അത് കാണുന്നില്ല എന്ന് പറയും.
അപ്പോഴായിരിക്കും ബുൽമ ആ കാര്യം ഓർക്കുക. ഒന്നോ ലാസ്റ്റ് ടൈം ആ ഡ്രാഗൺ ബോൾ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ആ ഡ്രാഗൺ റഡാർ എടുത്തിരുന്നു. അത് ഞാൻ ആ ഫ്ലൈറ്റിലാണ് വെച്ചിരിക്കുന്നത്. അതവൻ വിചാരിച്ച അത്ര എളുപ്പത്തിൽ കണ്ടെത്താനായിട്ട് കഴിയില്ല. ആണെങ്കിൽ പാനിക് ആവും. ബുൽമ, നീ ഇത്രയും പ്രധാനപ്പെട്ട കാര്യം അതിപ്പോഴാണ് ഓർക്കണേ. അവൻ അന്വേഷിച്ചാൽ കിട്ടുന്ന സ്ഥലത്താണോ അതുള്ളത്? അതിനവള് പറയും, അതെനിക്കറിയില്ല. മാസ്റ്റർ റോഷിയാണെങ്കിൽ എത്രയും വേഗം കോൾ ചെയ്ത് ആ കാര്യം പറയാനായിട്ട് ആവശ്യപ്പെടും. പക്ഷെ അവരുടെ ആരുടെയും കയ്യിൽ ഫോണില്ല. അപ്പോഴായിരിക്കും നമ്മുടെ ചുന്ദരി പെണ്ണ് വിടൽ. അവൾ അവളുടെ കയ്യിലുള്ള ഫോൺ അവന് കൊടുക്കുക. മാസ്റ്റർ ആണെങ്കിൽ ശരിക്കും അടിപൊളിയാണെന്ന് പറഞ്ഞ് എവിടെയോ ഒന്ന് പ്രസ് ചെയ്യും. അവളാണെങ്കിൽ മാസ്റ്ററിനെ അടിച്ച് താഴെയിടും. ബുൽമയാണെങ്കിൽ ഇപ്പൊ അവളുടെ അമ്മയെ കോൾ ചെയ്യാണ്. അമ്മയാണെങ്കിൽ ഫോൺ ഇപ്പോ ട്രങ്ക്സിന് കൊടുക്കും. അതേസമയം ഇവിടെ ഗോക്കു ആണെങ്കിൽ ആ ഒരു മാജിക് ബൂ ആയിട്ട് പൊരിഞ്ഞ പോരാട്ടം. മാജിക് ബൂ അവനെ അറ്റാക്ക് ചെയ്യും. ഗോക്കു ആണെങ്കിൽ ഫുൾ സ്ട്രെങ്ത്തിലും അതുപോലെ തന്നെ പവറിലും തിരിച്ച് അതിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ബാബുഡി ആണെങ്കിൽ മാജിക് ബൂവിന് സപ്പോർട്ട് കൊടുത്തുകൊണ്ടേയിരിക്കും. കമോൺ അവനെ വെറുതെ വിടാൻ പാടില്ല. എത്രയും വേഗം അവനെ തകർത്ത് കളാം. അടുത്ത നിമിഷം ഗോക്കു ആണെങ്കിൽ അവന്റെ എക്സ്ട്രീം പവർ ഉപയോഗിച്ച് ഇപ്പൊ മാജിക് ബൂവിന്റെ ബോഡിയിൽ വലിയൊരു ദ്വാരം തന്നെ ക്രിയേറ്റ് ചെയ്ത് അവനെ തെറിപ്പിച്ചു കളയും. ഇവിടെ ബുൽമയാണെങ്കിൽ പ്ലെയിനിലാണ് ആ ഒരു റഡാറുള്ള കാര്യം അവനെ അറിയിക്കും. ട്രങ്ക്സ് ആണെങ്കിൽ പ്ലെയിൻ എവിടെയാണെന്ന് ചോദിച്ച് പുറത്തേക്ക് പോകാൻ ഒരുങ്ങും. അത് കേട്ട ഇപ്പൊ അവന്റെ ഗ്രാൻഡ് പേ ആണെങ്കിൽ പ്ലെയിൻ ക്യാപ്സ്യൂളായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ആ ഒരു പാലറ്റ് ഇപ്പൊ അവന് കാണിച്ചു കൊടുക്കുകയാണ്. കട്ട് ചെയ്ത ഇവിടെ ഗോകുവിന്റെ അറ്റാക്കിൽ പരിക്ക് പറ്റിയ മാജിക് ബൂ ആണെങ്കിൽ വീണ്ടും അവന്റെ ബോഡി പഴയതുപോലെ ആക്കി അറ്റാക്ക് ചെയ്യാൻ തയ്യാറാവും. ഇവിടെ ഗോകു ആണെങ്കിൽ ഇപ്പോ മാജിക് ബൂ ഉപയോഗിക്കുന്ന പവറുകളെല്ലാം ഡൈവേർട്ട് ചെയ്ത് വിടുകയാണ്. അതേസമയത്ത് ഗോഹാൻ ആണെങ്കിൽ ഗോകുവിന്റെ പവർ തിരിച്ചറിയും. സുപ്രീം കായ് ആണെങ്കിൽ ഗോഹാനോട് പറയും, നിന്റെ അച്ഛൻ എത്രത്തോളം ശക്തനായാലും അവനെ തോൽപ്പിക്കാൻ അത്ര എളുപ്പം കഴിയില്ല. സോ നീ ലെജൻഡറി സ്ക്വാഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ഉറപ്പായാലും നിന്നെ കൊണ്ട് അതിന് കഴിയുമെന്ന് പറയും. പക്ഷെ ഗോഹാൻ ആണെങ്കിൽ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവനെ കൊണ്ട് അത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അവനോട് സുപ്രീം കായ് കൂടുതൽ ട്രെയിനിങ് എടുക്കാനായിട്ട് പറയും. മാജിക് ബൂവിനോട് ഇപ്പൊ ബാബുഡി പറയും, നിന്റെ ആ ഒരു അറ്റാക്ക് വളരെ നന്നായിരുന്നു. അതിന് ഇമ്പാക്റ്റില് ഒരു 10% തകർച്ചെങ്കിലും ഭൂമിക്ക് സംഭവിച്ചിട്ടുണ്ടാവും. നീ കുറച്ച് കെയർഫുൾ ആയിരിക്കണം. എന്നെ ആ ഒരു അറ്റാക്ക് അത് ഇമ്പാക്ട് ചെയ്തേനെ. പക്ഷെ എനിക്കിതിനോട് ദേഷ്യപ്പെടാനൊന്നും തോന്നുന്നില്ല. നീ ശരിക്കും നല്ല ആൾ തന്നെയാണെന്ന് പറയും. ഇവിടെ ഗോകു ആണെങ്കിൽ ബൂവിനോട് പറയും, നിന്റെ ഒബ്സർവേഷൻ സ്കിൽ അടിപൊളിയാണ്. ഞാൻ ഉപയോഗിച്ച ആ ഒരു പവർ നീ കറക്റ്റ് ആയിട്ട് കോപ്പി ചെയ്തെന്ന് പറയും. അത് കേൾക്കുമ്പോൾ ബൂവിന് ഭയങ്കര സന്തോഷം. കട്ട് ചെയ്ത ഇവിടെ ഗ്രാൻഡ് പേ ആണെങ്കിൽ സിനെ സമാധാനിപ്പിച്ചതിന് ശേഷം ആ ഒരു ഫ്ലൈറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. എത്രയും വേഗം അതിൽ നിന്ന് ആ റഡാർ എടുക്കാൻ കഴിയുമെന്ന് ആളിപ്പോ ട്രങ്ക്സിനോട് പറയും. ട്രങ്ക്സ് ആണെങ്കിൽ സക്സസ്ഫുൾ ആയിട്ട് അത് കണ്ടെത്തും. ഉടനെ ഗ്രാൻഡ് പേ ആണെങ്കിൽ വീണ്ടും അവനെ ഫുഡ് കഴിക്കാനായിട്ട് നിർബന്ധിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ എനിക്കതിന് സമയമില്ല എന്ന് പറഞ്ഞ് ട്രങ്ക്സ് ആണെങ്കിൽ അവിടുന്ന് കടന്നു പോകും. ഇവിടെ നമ്മുടെ ഗോകു ആണെങ്കിൽ ട്രങ്ക്സ് അത് കണ്ടെത്തി അവിടുന്ന് മൂവ് ചെയ്ത കാര്യം അത് മനസ്സിലാക്കുകയാണ്. ഉടനെ അവൻ ഇപ്പോ പഴയ അവന്റെ ആ മോഡിലേക്ക് വരും. ഓക്കെ, യുദ്ധം അത് പരിസമാപ്തിയിലേക്ക് കൊണ്ടുവരാൻ സമയമായിരിക്കുകയാണ്. എത്രയും വേഗം ഇവിടുന്ന് പോകണം. ബൂ ആണെങ്കിൽ ഇപ്പൊ ഗോകുവിനോട് പറയും, നീ എന്തിനാ പഴയതുപോലായത്? എനിക്ക് ഇതിനെ കുറച്ച് ഇഷ്ടപ്പെട്ടായിരുന്നു. നമുക്ക് വീണ്ടും ഫൈറ്റ് ചെയ്യാന്ന് പറയും. അതിന് ഗോകു പറയും, എനിക്ക് ഫൈറ്റ് ചെയ്യാൻ ഇനി കഴിയില്ല. എത്രയും വേഗം എനിക്ക് ഇവിടുന്ന് പോകണം. ബാബുഡി ആണെങ്കിൽ അത് കേട്ട് ചിരിക്കും. ഞങ്ങളുടെ വഴി തടഞ്ഞ നിന്നെ ഒരു കാരണവശാലും മാജിക് ബൂ വെറുതെ വിടില്ല. നിന്നെ ഉറപ്പായാലും കൊല്ലുന്നു പറയും. അതിന് ഗോകു ആണെങ്കിൽ അവനോട് പറയും, നിങ്ങളെ കൊണ്ടതിന് സാധിക്കില്ല. നിങ്ങൾ ഒരു കാരണവശാലും വെറുതെ ഇവിടെയുള്ള ജനങ്ങളെ ദ്രോഹിക്കാനായിട്ട് പാടില്ല. നിങ്ങൾ അന്വേഷിക്കുന്ന 3 പേരെ എനിക്ക് നന്നായിട്ട് അറിയാം. അതിലൊരാൾ എന്റെ മകനാണ്. 3 ദിവസം അല്ലെങ്കിൽ വെറും 2 ദിവസത്തിനുള്ളിൽ അവർ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ എത്തും. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യും. പാവപ്പെട്ട ജനങ്ങളെ ഉപദ്രവിക്കാൻ പാടില്ല. അവർ വന്നതിന് ശേഷം നിങ്ങളുമായിട്ട് ഫൈറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. മാജിക് ബൂ ആണെങ്കിൽ ഗോകുവിനോട് ചോദിക്കും, അവരും നിന്നെ പോലെ പവർഫുൾ ആണോ? അതിന് ഗോകു പറയും, അതെ, അവർ നല്ല പവർഫുൾ ആണ്. നല്ലൊരു എന്റർടൈൻമെന്റ് ഫൈറ്റ് നിനക്ക് കിട്ടും. ബാബുഡി ആണെങ്കിൽ തീർത്ത് പറയും, ഒരു കാരണവശാലും പറയുന്നത് കേട്ട് ഞങ്ങൾ കാത്തിരിക്കില്ല. അതിന് ഗോകു പറയും, മാജിക് ബൂവിന് അതാണ് ഇഷ്ടമെന്ന് എനിക്ക് അറിയാമെന്ന് പറഞ്ഞ് അവൻ അങ്ങനെ ഇൻസ്റ്റന്റ് ട്രാൻസ്മിഷൻ ഉപയോഗിച്ച് അവിടുന്ന് കടന്നു പോകും. മാജിക് ബൂവും ബാബുഡിയും അവർ രണ്ടുപേരും ഷോക്കാവും. ഗോകു, അവൻ എവിടെ? അവൻ എങ്ങനെ ഇൻവിസിബിൾ ആയി പോയി? മാജിക് ബൂ, ഇതിനെല്ലാം കാരണക്കാരൻ നീയാണ്. ഞാൻ പറഞ്ഞതുപോലെ നീ അവനെ കൊല്ലുകയായിരുന്നെങ്കിൽ അവൻ രക്ഷപ്പെട്ടു പോവില്ലായിരുന്നു. നീ ഒരു വിഡ്ഢിയെ പോലെ നോക്കി നിൽക്കാതെ എത്രയും വേഗം അവനെ കണ്ടെത്ത്. അത് കേട്ട് ഇപ്പൊ ബൂ ആണെങ്കിൽ പല്ല് കടിക്കുകയാണ്. എനിക്കൊരു ഐഡിയ തോന്നുന്നു പറഞ്ഞ് ബൂ ഇപ്പോ പിടിയുടെ അടുത്തേക്ക് വരും. അതിനുശേഷം അവന്റെ കഴുത്തിൽ പിടിച്ചമർത്തും. എനിക്ക് നിന്നെ ഇപ്പോ ഒട്ടും ഇഷ്ടാവുന്നില്ല. നിന്നെ പോലൊരു മന്ത്രവാദിയുടെ അണ്ടറിൽ താമസിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. എനിക്കിനി നിന്റെ സഹായം ആവശ്യമില്ല എന്ന് പറഞ്ഞ് മാജിക് ബൂ ആണെങ്കിൽ ഒറ്റയടിക്ക് ബാബുഡിയെ തകർത്ത് കളയാണ്. അങ്ങനെ മാജിക് ബൂ ഇപ്പൊ പൂർണ്ണമായിട്ടും സ്വതന്ത്രനായി മാറുന്നതോടുകൂടെ ഈ എപ്പിസോഡും അവസാനിക്കുന്നു.